ഹായ് ഗൈസ്, എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. വീണ്ടും വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ എന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ജേർണിയെക്കുറിച്ചാണ്. അധികം ട്രാജഡി അല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ച് പേടിക്കാനായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ 2020 ഇപ്പോൾ എൻ്റെ മൂത്ത ആൾക്ക് 5 വയസ്സുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ 5 മാസം കഴിയാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അതിനിടയ്ക്ക് താൽക്കാലിക ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഒന്നും നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ച് കുഴപ്പമൊന്നുമില്ല, ജോലിക്കൊക്കെ പൊക്കോ എന്ന് പറഞ്ഞു. റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല മഴയുണ്ട്. വെളിയിലത്തെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ വെളിയിലിരുന്നാണ് വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോകുന്നതായിരുന്നു. ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഇടയ്ക്കൊക്കെ എൻ്റെ ഷുഗർ താഴുന്നു, പിന്നെ ഇടയ്ക്ക് BP ഒക്കെ കുറയുന്നു. അങ്ങനെ ഇടയ്ക്ക് പോയി ട്രിപ്പിടും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. വോമിറ്റിങ് കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി കാണിച്ച ഡോക്ടറെ തന്നെയാണ് സെക്കൻഡ് പ്രഗ്നൻസിയിലും കാണിച്ചത്. നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളൊരു ഡോക്ടറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4th 5th സ്കാനിങ് 5th മന്തിലെ സ്കാനിങ് കഴിഞ്ഞു. നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് വെളിയിലെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ 5th മന്തിലെ സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 6th 7th 8th അങ്ങനെ പോയി. അപ്പോൾ 8th മന്ത് ആയപ്പോഴത്തേനും ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ അത്രയ്ക്ക് നല്ലൊരു ഡോക്ടറെ നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേനും പെട്ടെന്ന് ആ ഡോക്ടർ മാറുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ലൊരു ഡോക്ടറെയാണ് നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള വേറെ ഡോക്ടറെ നമ്മൾ കാണിച്ചു. നല്ല ഇടിയും മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു, സോറി. അങ്ങനെ ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചു. നിലവിൽ കാണിച്ച ഡോക്ടർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ ഡോക്ടറെ തന്നെ, ഹോസ്പിറ്റലിലെ ഡോക്ടറെ തന്നെ നമ്മൾ കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു 9th മന്തിലെ സ്കാനിങ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമുക്കപ്പോൾ 5th മന്തൊന്നും കുഴപ്പമില്ല. 9th മന്തിലെ സ്കാനിങ്ങുമായിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കുട്ടിക്ക് സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറി എന്ന് പറയുന്നൊരിതുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഫാമിലിക്കോ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു അതെന്താണ് ഡോക്ടറെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറി എന്ന് പറയുന്നത് അതായത് 2 ആർട്ടറിയും 1 വെയിനുമാണ് കുട്ടികൾക്ക് സാധാരണ വരുന്നത്. എൻ്റെ കുഞ്ഞിന് 1 വെയിനും 1 ആർട്ടറിയും മാത്രമായിട്ടായിരുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ രണ്ടാമത് നോക്കിയ ഡോക്ടർ, ആദ്യം നോക്കിയ ഡോക്ടറല്ല, രണ്ടാമത് കാണിച്ച ഡോക്ടർ പറഞ്ഞു നമ്മളെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇത് 5th മന്തിലെ സ്കാനിങ് തരാൻ പറഞ്ഞു. നമ്മളിപ്പോൾ 5th മന്തിൽ സ്കാനിങ് കൊടുത്തു. അപ്പോൾ 5th മന്തിലെ 9th മന്തിലെ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു 5th മന്തിലെ സ്കാനിങ്ങിൽ സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറി എന്നൊരു വിഭാഗം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പം ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞില്ല ഇത് എന്നെക്കൊണ്ടൊന്നും